ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു സാറ്റിൻ റിബൺ വർക്കാണ് കേട്ടോ ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ഞാൻ പലപ്പോഴും ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു വർക്കാണ്. ഇപ്പം നിങ്ങൾക്കായിട്ട് ഞാനത് ചെയ്ത് കാണിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. 4 ഇഞ്ച് വിഡ്ത്തിലുള്ളൊരു സാറ്റിൻ റിബണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമായ ലെങ്ത്തിൽ നീഡിൽ കോർത്തെടുക്കാം കേട്ടോ. അതിൻ്റെ നീഡിൽ കണ്ടല്ലോ, കുറച്ച് അതിൻ്റെ കുറച്ച് വലുപ്പമുള്ള നീഡിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ സിമ്പിളായിട്ട് നമുക്കത് റിബണിനെ കോർത്തെടുക്കാനായിട്ട് സാധിക്കും. കാണുന്നുണ്ടല്ലോ, ആവശ്യമായ ലെങ്ത്തിൽ നമ്മൾ റിബൺ മുറിച്ചെടുത്തിരിക്കുകയാണ്. കുറച്ച് കനമുള്ള നീഡിലാണ് കേട്ടോ അത്, തീരെ തിന്നായിട്ടുള്ള നീഡിലല്ല. നീഡിൻ്റെ വലിപ്പം വ്യത്യാസമുണ്ട്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കാം. സാറ്റിൻ റിബൺ നമ്മൾ ഒരു സൈഡിൽ കെട്ടിട്ട് എടുത്തിരിക്കുകയാണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ നീഡിൽ. നമ്മളിനി വർക്ക് ചെയ്തു തുടങ്ങാണ്. ഞാനിവിടെ സ്പൈഡർ വെബ് സ്റ്റിച്ചാണ് ചെയ്ത് കാണിക്കുന്നത്. ആ ബോബിൻ അവിടെ വെച്ചിരിക്കുന്നത്, ബോബിൻ വെച്ച് നമ്മൾ റൗണ്ട് ചെയ്തെടുത്തിരിക്കുകയാണ്, റൗണ്ട് വരച്ചെടുത്തിരിക്കുകയാണ്. നമുക്ക് ആവശ്യമായ വലുപ്പത്തിൽ നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാം കേട്ടോ. റൗണ്ട് വരച്ചെടുത്തതിന് ശേഷം കറക്റ്റായിട്ട് ഒരു 5 പോയിൻ്റ് കൊടുത്ത് നമ്മൾ അതിലേക്കാണ് ഈ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. 5 ലൈൻസും നമ്മൾ സെൻറ്ററിൽ കൊണ്ടുവന്ന് കുത്തിയാണ് അവസാനിപ്പിക്കുന്നത്. അങ്ങനെ ആ ഒരു സർക്കിള് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് ചെയ്യുന്ന കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന്. സ്പൈഡർ വെബിൻ്റെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന്. ഇല്ലാത്തവരാണ്, ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വർക്ക് കാണുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഈ 5 ലൈൻസ് നമ്മൾ ചെയ്തെടുത്തു. ഇനി സെൻറ്ററിൽ നിന്ന് നീഡിൽ മേലേക്ക് കുത്തിയെടുത്തതിന് ശേഷം ഓരോ ലൈൻ ഇടവിട്ടാണ് ഞാൻ കോർത്തെടുക്കാൻ പോകുന്നത്. ഞാൻ ഇനി നീഡിലിൻ്റെ ആ ഒരു അതിൻ്റെ സൈഡ് വെച്ചിട്ടാണ് കേട്ടോ കോർത്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് കോർത്തെടുക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമുണ്ട്. കണ്ടോ, ഒന്നിടവിട്ടാണ് ഞാൻ കോർത്തെടുക്കുന്നത്. അങ്ങനെ ആ ഒരു സർക്കിള് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുക്കണം. അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടും അത് ചെയ്ത് കഴിയുമ്പോൾ. കുറച്ച് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. സാറ്റിൻ റിബൺ ആയതുകൊണ്ട് തന്നെ ത്രെഡ് വലിച്ചെടുക്കുന്ന അത്രയും ഈസിയിൽ നമുക്ക് താഴുന്നത് വലിച്ചെടുക്കാൻ പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത്രയും കട്ടിയായിട്ടുള്ള ഒരു സാറ്റിൻ റിബൺ ആകുമ്പോഴത്തേനും ത്രെഡ് പോരുന്ന അത്ര ഈസി ആയിട്ട് നമുക്ക് താഴ്ന്ന് നീഡിൽ കുത്തിയെടുക്കുമ്പോഴത്തേനും പോരാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഒന്ന് നമ്മൾ താഴെ സപ്പോർട്ട് കൊടുത്തിട്ട് നമ്മൾ വലിച്ചെടുക്കണം കേട്ടോ നീഡിൽ. അത്രയും മാത്രമേ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നുള്ളൂ. ആദ്യത്തെ 5 ലൈൻസ് കൊടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമ്മൾ സ്പൈഡർ വെബ് ചെയ്യുന്ന പോലെ മേലെ തന്നെ സർക്കിൾ ചെയ്ത് പോവാണല്ലോ, അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇനി നമ്മൾ സൂചിയുടെ തുമ്പ് വെച്ച് താഴേക്ക് കുത്തി ഇറക്കാണ്. ആ സർക്കിൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി താഴെ കൊണ്ടുപോയിട്ട് നമ്മളത് കെട്ടിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ അതിന് എങ്ങനെയാണ് ഒരു തണ്ട് ലീഫൊക്കെ കൊടുക്കണമല്ലോ, അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ജസ്റ്റ് പെൻസിൽ വെച്ച് നമുക്കിഷ്ടമായിട്ടുള്ള ഷേപ്പിൽ നമുക്കവിടെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് ലെങ്തി ആയിട്ടാണ് ആ ഒരു ലൈൻ കൊടുക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ആ സാറ്റിൻ റിബൺ 4 ഇഞ്ച് വിടുത്തുള്ള സാറ്റിൻ റിബൺ തന്നെയാണ് ഇവിടെയും കോർത്തെടുത്തിരിക്കുന്നത്. ആ ഒരു ലൈനിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കുത്തി മേലേക്ക് എടുത്തതിന് ശേഷം എൻഡിങ്ങിൽ കൊണ്ടുവന്ന് ഞാൻ താഴേക്ക് കുത്തി ഇറക്കിയിരിക്കുകയാണ്. ഇനി സാധാ സൂചിയും നൂലും യൂസ് ചെയ്തിട്ടാണ് നമ്മളവിടെ സ്റ്റിച്ച് കൊടുക്കാൻ പോകുന്നത്. കൗച്ചിങ് എന്നാണ് ഈ സ്റ്റിച്ചിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഈ സാറ്റിൻ റിബൺ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്കൊരു 4 ഇഞ്ച് ഗ്യാപ്പിൽ ഞാൻ ഈ സൂചി നൂലും വെച്ച് ഈ സാറ്റിൻ റിബണിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ടാണ് കുത്തി കൊടുക്കുന്നത്. കണ്ടോ, ഇനി അടുത്തൊരു 4 ഇഞ്ച് ഗ്യാപ്പിൽ അതുപോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് കുത്തി മേലേക്ക് എടുത്ത് അടുത്ത സൈഡിൽ ഈ സൂചീനെ നമ്മൾ താഴേക്ക് ഇറക്കാണ്. കണ്ടല്ലോ, അങ്ങനെ നമ്മൾ ആ ഒരു ലൈൻ ഫുള്ള് ചെയ്ത് പോരുകയാണ്.
നമ്മൾ ഏത് ഷേപ്പിലാണോ നമ്മളവിടെ വരച്ചിരിക്കുന്നത് ആ ഷേപ്പിലാണ് ആ സാറ്റിൻ റിബണിനെ നമ്മൾ വെച്ച് കൊടുക്കുന്നതും. ഇപ്പോൾ സാധാ നീഡിൽ വെച്ചിട്ട് ചെറിയ നീഡിലും ത്രെഡും വെച്ചിട്ട് നമ്മൾ കുത്തി കൊടുക്കുന്നതും നമ്മൾ ആ വരച്ച ലൈനനുസരിച്ചാണ് കേട്ടോ. അങ്ങനെ ഈ എൻഡ് വരെ നമ്മളങ്ങനെ ചെയ്തെടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ആ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും കൗച്ചിങ് സ്റ്റിച്ച് നമ്മൾ നോർമൽ എംബ്രോയ്ഡറി ത്രെഡിൽ ചെയ്യുന്ന ഒരു സ്റ്റിച്ച് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് സാറ്റിൻ റിബൺ വെച്ചിട്ട് ചെയ്യുന്നത്, കുറച്ചും കൂടി ഷൈനിങ് ആയിട്ട് നമുക്ക് ചെയ്ത് കിട്ടും. നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ പല വർക്കും ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ പലർക്കും കാണുമ്പോൾ തന്നെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഡിസൈനാണ് ഇങ്ങനെ സാറ്റിൻ റിബൺ വെച്ച് ചെയ്യുമ്പോഴത്തേനും. പലരും ചെയ്ത് തരാൻ പറഞ്ഞിട്ട് നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം എന്നോർത്തിട്ടാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, അത്രയും നമ്മൾ സൂചി നൂലും വെച്ച് അവിടെ കുത്തിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മളവിടെ ലീഫാണ് കൊടുക്കുന്നത്. ലീഫ് കൊടുക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു ബാക്ക് സ്റ്റിച്ച് പോലെ ജസ്റ്റ് ഒന്ന് ഓരോ ലൈൻ കുത്തി പോവാണ്. രണ്ട് സൈഡിലേക്കും ഇപ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു തണ്ടിൻ്റെ ഷേപ്പിൽ നമ്മൾ രണ്ട് സൈഡിലേക്കും ജസ്റ്റ് ഒന്ന് ഓരോ ലൈൻസ് പോലെ കുത്തിപ്പോവാണ്. കാണുന്നുണ്ടല്ലോ, വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ആ തണ്ടിൻ്റെ എൻഡ് വരെ നമ്മളങ്ങനെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഏതൊക്കെ ഷേപ്പിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിലെല്ലാം ജസ്റ്റ് ഒന്ന് നമുക്ക് വരച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ചുറ്റുമായിട്ട് 1-2 ചെറിയ ലീഫും കൂടി നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തണ്ടിൻ്റെ പോർഷൻ നമുക്ക് കഴിഞ്ഞു. ഇനി ആ ഫ്ലവറിന് ചുറ്റും ഒരു 3 പോർഷനിലായിട്ട് ഞാൻ ലീഫ് കൊടുക്കുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ, വളരെ സിമ്പിളായിട്ടത്. അപ്പോൾ ആദ്യം ഒന്ന് കുത്തിയെടുത്തു. ഇനി അതിൻ്റെ തൊട്ട് താഴേക്കായിട്ട് ചെറിയൊരു ഗ്യാപ്പിൽ ഒരു സൈഡിലേക്ക് കുത്തിയെടുക്കുകയാണ്. കണ്ടോ? ഇനി അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്കവിടെ ഒരു 3 ലീഫിൻ്റെ ഒരു ഡിസൈനായിട്ട് നമുക്കവിടെ കിട്ടും. ഓക്കെ, നമ്മൾ പറയുന്നേക്കാൾ സ്പീഡിൽ നമുക്കിത് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഗുണവും. അതുപോലെ തന്നെ നമുക്കത് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഫിനിഷ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു സാറ്റിൻ റിബൺ ഒന്ന് വലിച്ചെടുക്കാനായിട്ടുള്ളൊരു ചെറിയൊരു ടൈമിങ് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തു പോകാൻ പറ്റും. കണ്ടോ, ആ 3 ലീഫിൻ്റെ ഡിസൈൻ അവിടെ കൊടുത്തു. പെട്ടെന്ന് തന്നെ അപ്പുറ സൈഡിലേക്കും ചെയ്യാണ്. അങ്ങനെ 3 സൈഡിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ഡിസൈനെല്ലാം ഞാൻ ചെയ്യുന്ന വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ വേറെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. ഇത് ചെയ്ത് കാണുമ്പോഴത്തേനും നമുക്ക് ചെയ്ത് നോക്കാനായിട്ടൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ഡ്രസ്സിൽ തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു ഡിസൈനാണ്. ഇതുപോലെ നമ്മുടെ ഐഡിയ അനുസരിച്ച് പല ഡിസൈനും ഒന്ന് വരച്ച് നോക്കിയിട്ട് നമുക്കിതുപോലെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്കതൊന്ന് താഴെ കൊണ്ടുപോയിട്ട് കെട്ടിട്ട് എടുക്കാം കേട്ടോ. ഇതിൻ്റെ എൻഡിൽ ഞാൻ മുന്നേ ചെയ്തിരുന്ന 2 വർക്കും കൂടി കാണിക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റിലായിട്ടാണ് ആ 2 വർക്ക് കാണിക്കുന്നത്. അപ്പോൾ അതും കൂടി കണ്ട് ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് പറയണേ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിനു മുന്നേ ഞാൻ ചെയ്തിരിക്കുന്ന 2 വർക്കാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.